പൊതുവെ കടുവ വിശന്നു കഴിഞ്ഞാൽ ചാനൽ ആനേനെ സബ്സ്ക്രൈബ് ചെയ്യാൻ വരെ പറ്റും. ആക്രമിക്കുന്ന അത് പിന്നീട് നമ്മൾ അവരുടെ ചാനലിൽ നിന്നുള്ള പുതിയ വീഡിയോ അവർ അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് നമുക്ക് വരും. അതായത് ഫോണിൽ നോട്ടിഫിക്കേഷൻസ് വന്നുകൊണ്ടിരിക്കും. നമ്മുടെ താഴത്തേക്ക് നമ്മൾ നോട്ടിഫിക്കേഷൻ ബാർ വലിക്കുമ്പോൾ താഴെ വന്ന് കിടക്കുമല്ലോ. അതുകൂടാതെ തന്നെ യൂട്യൂബിൽ തന്നെ നോട്ടിഫിക്കേഷൻ ഏരിയ ഉണ്ട്, അവിടെ വന്ന് കിടക്കും. അപ്പൊ നമുക്ക് പെട്ടെന്ന് എടുത്ത് കാണാൻ സാധിക്കും. പുതിയ വീഡിയോ അപ്പൊ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരാളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ചെയ്യേണ്ടത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, അയാളുടെ ചാനൽ ഓപ്പൺ ചെയ്തിട്ട്, നിലവിൽ ഞാൻ ഇയാളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ആയതോട്ട് ചെയ്ത് കാണിച്ചു തരാം. അൺസബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അതെ, നിലവിൽ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, സബ്സ്ക്രൈബ് ആയി. പുള്ളിക്ക് സബ്സ്ക്രിപ്ഷൻ ഒരാളും കൂടി കിട്ടി. ഇനി പുള്ളിക്കാരൻ പുതിയൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് അപ്പൊ കാണണമെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഇടയ്ക്ക് സെർച്ച് ചെയ്ത് നോക്കി കണ്ടുകൊണ്ടിരിക്കണം. അല്ലാതെ ഉണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ എടുത്തിട്ട് ഈ ഓൾ എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ടല്ലോ, ആ ഓൾ ഒന്ന് ബെൽ ബട്ടൺ, ബെൽ ഐക്കൺ എന്നാണ് പറയണത്, ബെൽ ഐക്കൺ ഓൾ ആക്കി കൊടുക്കണം. ഓൾ കേട്ടോ. അങ്ങനെ ചെയ്താലാണ് നമുക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് അവർ ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോകൾ നമ്മുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുകയുള്ളൂ. ഓക്കെ, താങ്ക് യു.